ഈ ഒരു ആക്സിഡന്റ് ശ്രദ്ധിച്ചോണേ. ഒരു ബൈക്ക്, ഇവരെ കാണണം, ഈ ബൈക്കുകാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ. ഇപ്പോൾ ഒരു ടെമ്പോ ഉണ്ടോ, അല്ല ഒരു കൊച്ചു വാൻ അവിടെ കാണുന്നുണ്ട്, അവരെ ചേസ് ചെയ്യുക ഈ വാൻ, കണ്ടോണേ. അയാൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇത് കണ്ടോണേ, ഒറ്റ ഇടി കണ്ടോ, പുറകിന്ന് സ്പീഡ് എടുത്ത് വന്ന് ഇടിച്ചു, ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇങ്ങനെ ആ സാഹചര്യത്തിൽ ഒരു നോർമൽ ആക്സിഡന്റ് നടക്കത്തില്ല. അതിനകത്ത് ചെറിയൊരു കുഴപ്പമുണ്ട്. ഇവിടെ ഇവർ തമ്മിൽ എന്തോ വൈരാഗ്യ പ്രശ്നമുണ്ട്. ആർക്കോ ഇവരോട് വൈരാഗ്യമുണ്ട്, ഈ പിള്ളേരോട് ഉറപ്പാണ്. അവർക്ക് തന്നെ വേണമെന്നില്ല, ഇതൊരു കൊട്ടേഷൻ ആവാം, എന്ത് വേണമല്ല, വണ്ടി ഇടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കണ്ടോ, നോക്കിക്കോ, കണ്ടോണം. അവർ രണ്ടുപേര് ബൈക്കിൽ വരുന്നു, മറ്റേ വണ്ടി അവരുടെ മുന്നിലുണ്ട്. അവർ ഓവർടേക്ക് ചെയ്യുന്നുള്ള കാര്യം ശരി തന്നെയാണ്, പക്ഷെ അത് ചെറുക്കനും പെണ്ണുമാണ്. അവർ നോക്കുന്നൊക്കെ ഉണ്ട്, ഏതാണ്ടൊക്കെ ആരാണ്ട് വരുന്ന എന്തോ തിരിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതാരാ ഈ വണ്ടിയുടെ സീൻ കണ്ടോ? ആ വണ്ടി അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞേ അവർ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരും അതിൻ്റെ പുറകെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് നടുക്ക് വരുമ്പോൾ അതിനൊരു സ്പീഡ് എടുത്ത് വന്ന് ഇടിക്കാനും വേണ്ടി ഒന്നും ഇല്ല അവിടെ, കണ്ടോ? അത് ഇടിക്കുന്ന ഇടി കണ്ടോ? അതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് ആ വണ്ടി ഇടിച്ച് നിർത്താതെ അങ്ങ് പോവുകയും ചെയ്തു. അതൊരു നോർമൽ ഇടിയല്ല. എങ്ങനെ നോക്കിയിട്ടും അത് നോർമലാണെന്ന് തോന്നുന്നില്ല. ഇതെന്തോ വൈരാഗ്യ പ്രശ്നമാണ്, ആർക്കോ ഒരു വൈരാഗ്യം. ഇനി വല്ലവനും കൊട്ടേഷൻ കൊടുത്ത് ജയിച്ചാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്, ഞാൻ അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, MDMA വിറ്റിട്ടില്ല. വടകര MDMA കേസിൽ അറസ്റ്റിലായ കീർത്തന, കൊള്ളാം, അടുത്ത സാധനം. എന്നിട്ട് അവളുടെ ഫോട്ടോയും എല്ലാം എടുത്ത് വെച്ച് വിട്ടിട്ടുണ്ട്, MDMA എന്ന് പറഞ്ഞെന്നും പറഞ്ഞു. ഇതിനെതിരെ ഞാൻ പറഞ്ഞില്ല, നിയമ നടപടി വേണം. പോലീസിനും മീഡിയയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. മറ്റേ എന്താ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തോ കാണിക്കാതിരിക്കുകയാണ്, ഒരു കാര്യമില്ല. അതായത് ഇത് കർശനമായി നിരോധിക്കണം. ഈ കഞ്ചാവോ മയക്കുമരുന്നോ ഉപയോഗിച്ചാൽ വേണം അത് നിർത്തിയിട്ട് അവന് പിന്നീട് എപ്പോഴും മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വേറൊരു രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നുമില്ല. പക്ഷെ അതിൽ കൂടുതൽ അപകടമാണ് ഈ പറഞ്ഞ ഇവനെ പേരുദോഷം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവന് ജീവിതകാലം മുഴുവൻ അതൊരു പ്രശ്നമായിരിക്കും. കഞ്ചാവ് അടിച്ചതൊന്നും ആരും അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. അതായത് ഇത് വലിയ ഭയങ്കര സംഭവമാക്കാനൊന്നുമില്ല. ഇത് നാറ്റിക്കുക എന്നുള്ളതല്ലേ എൻ്റെ പ്രതിവിധി. അല്ല, അതിനൊരു കറക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് ഒരാളുടെ വീഡിയോയിലെല്ലാം കൊണ്ടിട്ട് നാറ്റിക്കുക, അവനെ അങ്ങ് തേജോധം ചെയ്യുക, ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, അയാളുടെ ഭാവി തകർക്കുക. അവന് ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നം ഉണ്ടാവും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, നാട്ടിൽ പ്രശ്നം ഉണ്ടാവും, കൂട്ടുകാരടക്കമുള്ളവർ കളിയാക്കുകയോ അല്ലെ എന്തിനും തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയാണ് എന്ന് പറയും. മുടിയും നാടിയൊന്നും പിന്നെ വളർത്താനേ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കഞ്ചാവെന്നൊക്കെ പറയുന്നത്. അതിനകത്ത് നിന്നൊക്കെ തരണം ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും സാധാരണക്കാർ. പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് 22-23 വയസ്സുള്ളതിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരുടെ ഇതിടാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദികൾ പോലീസും ഈ ഗവൺമെൻറ്റുമാണ്. അവരുടെ കയ്യിൽ കഞ്ചാവ് മയക്കുമരുന്ന് എന്ത് കിട്ടിയാലും, ഈ ബോർഡറിനകത്ത് എന്ത് നടന്നാലും, ഇത്തിരി സാധനങ്ങൾ ആരുടെ കിട്ടിയാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. അതുകൊണ്ട് അതിനകത്തുനിന്ന് കൈ ഊരിയിട്ട് കൈ കഴുകി അങ്ങനെ മാറി നിന്നിട്ട് ഈ പിടിക്കുന്നവരാണ് കുഴപ്പക്കാരെന്നുള്ള രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കി ആളുകളുടെ കണ്ണിപ്പൊടിയിടുന്ന ഈ പരിപാടി നിർത്തണം.